പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് നമുക്ക് +1 ക്ലാസ്സിലെ മലയാളം നോക്കാം. മധുരം മനോജ്ഞം ജീവിതം എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ആത്മകഥ എന്ന കവിതയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ കെ ശിവദാസ് സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ കവിയും എഴുത്തുകാരനും ഗവേഷകനുമാണ് ഡോക്ടർ കെ ശിവദാസ്. സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ഒരു കവിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, ഗവേഷകനാണ്, അധ്യാപകനുമാണ്. സാമൂഹിക അസമത്വങ്ങൾ, അധസ്ഥിതരുടെ ജീവിതം, സ്വത്വാന്വേഷണം, മനുഷ്യൻ്റെ അതിജീവന ശേഷി എന്നിവയാണ് കെ ശിവദാസൻ്റെ കൃതികളിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് എന്ന് ഞാൻ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രധാനപ്പെട്ട കൃതികൾ സസ്യജന്മം, ഇതൊരു കാവ്യസമാഹാരമാണ്. തൃശ്ശൂർ പൂരം, പകിട്ടും പെരുമയും, മറ്റൊന്ന് സംസ്കാരവും സാഹിത്യവും, അടിത്തട്ടിൽ നിന്നുള്ള കാഴ്ചകൾ, പെൺകഥയുടെ വർത്തമാനം, മലയാള നോവൽ 2000 ശേഷം എന്നീ പുസ്തകങ്ങളുടെ എഡിറ്ററാണ് അദ്ദേഹം. വിമർശനത്തിനുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡോക്ടർ KM ജോർജ് പുരസ്കാരവും UGCയുടെ റിസർച്ച് അവാർഡും ലഭിച്ചിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട രചനകളാണ് ഒക്ടോബറിൻ്റെ പാട്ടുകാരൻ, പ്രവാസം, പ്രതിനിധാനവും സർഗാത്മകതയും എന്നീ കൃതികൾ. ഒക്ടോബറിൻ്റെ പാട്ടുകാരൻ എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് ആത്മകഥ എന്നത്. ലളിതമായ ഭാഷയിലൂടെയും ശക്തമായ പ്രതീകങ്ങളിലൂടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷത. ഇപ്പോൾ അദ്ദേഹം കേരള സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിൽ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായി പ്രവർത്തിച്ചു വരും. ജാതീയമായ അടിമത്തത്തിൻ്റെയും സാമൂഹിക ഉച്ചനിജത്വങ്ങളുടെയും ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി തൻ്റെ അസ്തിത്വത്തെയും പാരമ്പര്യത്തെയും പുനർവായന നടത്തുന്ന ശക്തമായ ഒരു കവിതയാണ് ആത്മകഥ എന്നത്. ജാതീയമായ അടിമത്തത്തിൻ്റെയും സാമൂഹിക ഉച്ചനിജത്വങ്ങളുടെയും ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി തൻ്റെ അസ്തിത്വത്തെയും പാരമ്പര്യത്തെയും പുനർവായന നടത്തുന്ന ശക്തമായൊരു കവിത. സ്വന്തം വേരുകൾ അന്വേഷിക്കുകയും തലമുറകളിലൂടെ കൈവന്ന മാറ്റങ്ങളെയും അസ്തിത്വപരമായ ആന്തരിക സംഘർഷങ്ങളെയും തിരിച്ചറിയുകയും ചെയ്യുന്ന ആത്മകഥമാണ് ഈ കവിതയുടെ കാതൽ. സ്വന്തം വേരുകൾ അന്വേഷിക്കുകയും തലമുറകളിലൂടെ കൈവന്ന മാറ്റങ്ങളെയും അസ്തിത്വപരമായ ആന്തരിക സംഘർഷങ്ങളെയും തിരിച്ചറിയുകയും ചെയ്യുന്ന ആത്മകഥമാണ് ഈ കവിതയുടെ കാതൽ. പൂർവികരുടെ ദയനീയമായ ഭൂതകാലത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അയിരൂർ സ്വരൂപത്തിൻ്റെ അടിമകളെൻ്റെ പൂർവികർ, അയിരൂർ സ്വരൂപത്തിൻ്റെ അടിമകളെൻ്റെ പൂർവികർ, അച്ഛൻ്റെ അച്ഛനും ചേട്ടനും തെങ്ങ് കയറ്റക്കാർ, ഭൂ ഉടമകളുടെയും ജന്മിമാരുടെയും കാൽക്കീഴിൽ അടിമകളായി ജീവിച്ചു തീർത്തവരാണ് തൻ്റെ മുൻ തലമുറയെന്ന് കവി ആദ്യമേ വ്യക്തമാക്കുകയാണ്. ഭൂ ഉടമകളുടെയും ജന്മിമാരുടെയും കാൽക്കീഴിൽ അടിമകളായി ജീവിച്ചു തീർത്തവരാണ് തൻ്റെ മുൻ തലമുറയെന്ന് കവി വ്യക്തമാക്കുന്നു. തെങ്ങ് കയറ്റക്കാരനും മീൻപിടുത്തക്കാരനും മനക്കാരുടെ നോട്ടക്കാരനുമായി ജീവിച്ച മനുഷ്യരുടെ പരമ്പരയിലാണ് താൻ ജനിച്ചതെന്ന് കവി പറയുന്നു. തെങ്ങ് കയറ്റക്കാരും മീൻപിടുത്തക്കാരും മനക്കാരുടെ നോട്ടക്കാരനും ഒക്കെയായി ജീവിച്ച മനുഷ്യരുടെ പരമ്പരയിലായിരുന്നു താൻ ജനിച്ചു വീഴുന്നത്. പടർന്നു പന്തലിച്ച മനവക പറമ്പുകളുടെ ഓരത്ത് കിളിക്കൂട് പോലെയുള്ള കൊച്ചുകൂരയിലായിരുന്നു അവരുടെ വാസം. സ്വന്തമായി ഭൂമിയോ വലിയ ബന്ധുബലമോ ഇല്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ യാഥാർത്ഥ്യമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. സ്വന്തമായി ഭൂമിയോ വലിയ ബന്ധുബലമോ ഇല്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ യാഥാർത്ഥ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അച്ചാച്ചൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മരണചിത്രം കണ്ടതോർമ്മയിലുണ്ട്. താവഴി, നെടുമ്പുള്ളി, മനക്കാരുടെ നോട്ടക്കാർ, നോക്കത്താത്ത പറമ്പുകൾ, അതിലൊന്നിൽ കിളിക്കൂട് പോൽ അമ്മ വീട്.
മാമന്മാർ മീൻപിടുത്തക്കാർ, സ്വന്തക്കാരും ബന്ധുക്കാരുമേറെ എന്നിട്ടും ജനിച്ചെന്നേ ഞാനൊരേകാകി, ആരെയും കൂസാതെ തലചെരിച്ച് നടപ്പ്. പരമ്പരാഗതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട തൊഴിലുകളിൽ നിന്നും സാമൂഹികമായ അടിച്ചമർത്തലുകളിൽ നിന്നുമുള്ള വിടുതൽ ആരംഭിക്കുന്നത് അച്ഛൻ്റെ തലമുറയിലായിരുന്നു. പരമ്പരാഗതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട തൊഴിലുകൾ മീൻപിടുത്തക്കാരും തെങ്ങുകയറ്റക്കാരും ഒക്കെയായിരുന്ന നോട്ടക്കാരുമൊക്കെയായിരുന്ന ആ ജോലികളിൽ നിന്ന് മാറി, സാമൂഹികമായ അടിച്ചമർത്തലിൽ നിന്നെല്ലാം മാറി മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തലമുറയിലായിരുന്നു. പൂർവികം കടന്ന് അച്ഛനണിഞ്ഞ പട്ടാള യൂണിഫോം കണ്ണു തുറന്നപ്പോളേ ഉള്ളിൽ തറഞ്ഞു. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് പട്ടാള യൂണിഫോം അണിഞ്ഞ അച്ഛൻ്റെ രൂപം കവിയിൽ വലിയ ആത്മവിശ്വാസവും പ്രതിരോധ വീര്യവുമാണ് പകർന്നു കൊടുക്കുന്നത്. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് പട്ടാള യൂണിഫോം അണിഞ്ഞ അച്ഛൻ്റെ രൂപം, അത് കവിയിൽ വലിയ ആത്മവിശ്വാസവും പ്രതിരോധ വീര്യവും പകർന്നു കൊടുക്കുന്നു. തലകുനിച്ചു നിന്ന പൂർവികരിൽ നിന്ന് വ്യത്യസ്തമായി ആരെയും ഭയക്കാത്ത, തല ഉയർത്തി നേരെ നടക്കാനുള്ള ആർജവം കവിക്ക് നൽകിയത് അച്ഛൻ്റെ ഈ വിപ്ലവാത്മകമായ മാറ്റമായിരുന്നു. തല കുനിച്ച് നടന്ന പൂർവികർ അവരിൽ നിന്ന് വ്യത്യസ്തനായി ആരെയും ഭയക്കാതെ തല ഉയർത്തി നേരെ നടക്കാനുള്ള ആർജവം കവിക്ക് നൽകിയത് അച്ഛൻ്റെ ഈ വിപ്ലവാത്മകമായ മാറ്റമാണ്. കവിതയുടെ ഏറ്റവും ശ്രദ്ധേയവും ദാർശനികവുമായ ഭാഗമാണ് അവസാന വരികളിലുള്ളത്. വലം കാലിൽ തളപ്പും ഇടം കാലിൽ ബൂട്ടുമായി ബാലൻസ് ചെയ്ത് നീങ്ങും ഒരപൂർവ ജീവിയായി ഞാൻ, പാതിയടിമ പാതി യോദ്ധാവ്. വലം കാലിൽ തളപ്പും ഇടം കാലിൽ ബൂട്ടുമായി ബാലൻസ് ചെയ്ത് നീങ്ങും ഒരപൂർവ ജീവിയായി ഞാൻ, പാതിയടിമ പാതി യോദ്ധാവ്. ഇപ്പോൾ വലംകാലിലെ തളപ്പ്, ഇത് പൂർവികരുടെ അടിമത്തത്തെയും പരമ്പരാഗതമായിട്ടുള്ള തെങ്ങുകയറ്റ അധ്വാനത്തെയും അടിമത്തത്തിൻ്റെ ഭൂതകാലത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. പൂർവികരുടെ അടിമത്തത്തെയും പരമ്പരാഗതമായ തെങ്ങുകയറ്റത്തെയും അടിമത്തത്തിൻ്റെ ഭൂതകാലത്തെയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇടങ്കാലിലെ ബൂട്ട് എന്നത് അച്ഛനിലൂടെ കൈവന്ന പ്രതിരോധത്തെയും അധികാരത്തെയും പുതിയ കാലത്തിൻ്റെ പോരാട്ട വീരത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അച്ഛനിലൂടെ കൈവന്ന പ്രതിരോധത്തെയും അധികാരത്തെയും പുതിയ കാലത്തിൻ്റെ പോരാട്ട വീരത്തെയുമാണ് ഇടങ്കാലിലെ ബൂട്ട് പ്രതിനിധീകരിക്കുന്നത്. ഒരു കാലിൽ പൂർവികരുടെ അടിമത്തത്തിൻ്റെ ചരിത്രഭാരവും മറുകാലിൽ പുതിയ ലോകത്തിൻ്റെ പോരാട്ടവീര്യവുമായി രണ്ടിനുമിടയിൽ ബാലൻസ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന പാതി അടിമയും പാതി യോദ്ധാവുമായ ആധുനിക മനുഷ്യൻ്റെ ആത്മസംഘർഷം കവിത അതിതീവ്രമായി വരച്ചു കാട്ടുന്നുണ്ട്. ഒരു കാലിൽ പൂർവികരുടെ അടിമത്തത്തിൻ്റെ ചരിത്രഭാരവും മറുകാലിൽ പുതിയ ലോകത്തിൻ്റെ പോരാട്ടവീര്യവുമായി രണ്ടിനുമിടയിൽ ബാലൻസ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന പാതി അടിമയും പാതി യോദ്ധാവുമായ ആധുനിക മനുഷ്യൻ്റെ ആത്മസംഘർഷം ഈ കവിതയെ കാണാൻ സാധിക്കുന്നുണ്ട്. ലളിതവും മൂർച്ചയുള്ളതുമായ പദാവലികളാണ് ഈ കവിതയിലുള്ളത്. കൃത്രിമമല്ലാത്ത ഭാഷയിലൂടെ കവിത ആശയങ്ങളെ വായനക്കാരനിലേക്ക് നേരിട്ട് എത്തിക്കുന്നുണ്ട്. ശക്തമായ പ്രതീകങ്ങൾ ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തളപ്പ്, ബൂട്ട്, കിളിക്കൂട്, യൂണിഫോം തുടങ്ങിയ പ്രതീകങ്ങൾ കവിതയ്ക്ക് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മാനങ്ങൾ നൽകുന്നുണ്ട്. തളപ്പ്, ബൂട്ട്, കിളിക്കൂട്, യൂണിഫോം തുടങ്ങിയ പ്രതീകങ്ങൾ കവിതയ്ക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ സാമൂഹിക മാനമാണ് നൽകുന്നത്. വ്യക്തിപരമായ കുടുംബ ചരിത്രത്തിൽ തുടങ്ങി ഒരു അധസ്ഥിത ജനതയുടെ മുഴുവൻ വിമോചന പോരാട്ടത്തെയും അടയാളപ്പെടുത്താൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. പഴയ അടിമത്തത്തിൻ്റെ മുറിപ്പാടുകളും പുതിയ കാലത്തിൻ്റെ പോരാട്ടവീര്യവും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ആത്മസംഘർഷത്തെ ഹൃദ്യമായി ആവിഷ്കരിച്ച ഒരു ഉത്തമമായ രചനയാണ് കെ കെ ശിവദാസിൻ്റെ ആത്മകഥ എന്ന കവിത.
തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന നവലോക നിർമ്മിതിക്കായി സ്വത്വത്തെ തിരിച്ചറിയാൻ ഈ കവിത ഓരോ വായനക്കാരനെയും പ്രേരിപ്പിക്കുന്നുണ്ട്. അയിരൂർ സ്വരൂപത്തിൻ്റെ അടിമകളായിരുന്ന കവിയുടെ പൂർവികർ അച്ഛൻ്റെ അച്ഛനും ചേട്ടനും തെങ്ങുകയറ്റക്കാരനും മാന്മാർ മീൻപിടുത്തക്കാരും ആയിരുന്നു. അധ്വാന ജീവിതവും സാമൂഹിക പിന്നോക്കാവസ്ഥയും കുടുംബചരിത്രത്തിൻ്റെ ഭാഗമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കിളിക്കൂട് പോൽ അമ്മ വീട് എന്ന പ്രയോഗത്തിലൂടെ ആ ജീവിത സാഹചര്യത്തെയാണ് കവി വ്യക്തമാക്കുന്നത്. കിളിക്കൂട് പോൽ അമ്മ വീട് എന്നൊരു പ്രയോഗമുണ്ട് ഈ കവിതയിൽ. അത് ആ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സാമൂഹിക സാഹചര്യങ്ങൾ കവിയെ തളർത്തുന്നില്ല. ആരെയും കൂസാതെ തലചിരിച്ച് നടപ്പ് എന്ന വരികളിൽ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തെ ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെയും കൂസാതെ തല ചെരിച്ച് നടപ്പ് എന്ന വരികളിൽ പ്രതികൂലമായ അവസ്ഥകളിൽ പോലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കവി ആഗ്രഹിക്കുന്നു. പൂർവികരുടെ ജീവിതഭാരം പേറുമ്പോഴും സ്വന്തം സ്വത്വം കണ്ടെത്താനുള്ള ശ്രമം ഈ വരികളിൽ പ്രകടമാകുന്നുണ്ട്. അച്ഛൻ്റെ പട്ടാള ജീവിതം കുടുംബചരിത്രത്തിൽ പുതിയൊരു വഴിത്തിരിവാകുന്നുണ്ട്. ഈ പട്ടാള യൂണിഫോം എന്നത് അധികാരത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സാമൂഹിക ഉയർച്ചയുടെയും പ്രതീകമായി മാറുന്നുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കിടയിലാണ് കവിയുടെ സ്വത്വം രൂപപ്പെട്ടിരിക്കുന്നത്. വലങ്കാലിൽ തളപ്പും ഇടങ്കാലിൽ ബൂട്ടുമായി ബാലൻസ് ചെയ്തു നീങ്ങും എന്ന പ്രയോഗവും പാതി യോദ്ധാവ് പാതി അടിമ എന്നീ വിശേഷണങ്ങളും ഈ സ്വത്വ സംഘർഷത്തെ ശക്തമായി ആവിഷ്കരിക്കുന്നുണ്ട്. വ്യക്തിപരമായ അനുഭവത്തെ സാമൂഹിക ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സ്വത്താന്വേഷണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ശക്തമായ ആവിഷ്കാരമായി കെ ശിവദാസിൻ്റെ ആത്മകഥ എന്ന കവിത മാറുന്നു. ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.